Good morning, students. KEAM 2020 ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് x tends to 4 root of x square plus 9 minus 5 divided by x minus 4. ഇതിന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. A is 2/5, B is 8/25, C is 0, D 8/5, E 4/5. ഇത് ഏത് ആൻസർ ആണ് കറക്റ്റ് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ x is 4 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? 4 ന്റെ സ്ക്വയർ വരുമ്പോൾ 16 + 9 25, 25 റൂട്ട് 5, 5 - 5 0. ന്യൂമറേറ്റർ 0 വരും, ഡിനോമിനേറ്റർ 0 വരും. അപ്പൊ ഇത് 0/0 ഫോം ആണ്. 0/0 ഫോം. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് വി അപ്ലൈ ദി എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് x tends to 4 root of x square plus 9 minus 5 by x minus 4 എന്നാണ്. എന്റെ എൽ ഹോസ്പിറ്റൽ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x tends to 4 root of x square plus 1 ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? 1/2 റൂട്ട് എക്സ് എന്നാണ് കിട്ടുന്നത്. ഇവിടെ റൂട്ട് ഓഫ് x square plus 9 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2 into root of x square plus 9 into 2x. -5 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കിട്ടും 0 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, 4 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഈ 2 ഉം 2 ക്യാൻസൽ ആവും. അപ്പൊ ലിമിറ്റ് x tends to 4 x by root of x square plus 9 കിട്ടും. അപ്പൊ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തപ്പോൾ ന്യൂമറേറ്ററിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസർ x by root of x square plus 9 ആണ്. ഇതിൽ എക്സിന് 4 കൊടുക്കുക. എക്സിന് 4 കൊടുക്കുമ്പോൾ 4 ഡിവൈഡ് ബൈ ഇവിടെ എക്സിന് 4 കൊടുക്കുമ്പോൾ 4 16, 16 9 25, 25 റൂട്ട് എത്രയാണ്? 25 റൂട്ട് 5 വരും. അപ്പൊ 4/5. ഇതിന്റെ ആൻസർ എന്താണ്? അപ്പൊ ഈ എന്നുള്ള ഓപ്ഷൻ 4/5 എന്നാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുക. കേട്ടോ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഇതാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ 0/0 ഫോം ആയതുകൊണ്ട് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ ആണ് അപ്ലൈ ചെയ്തത്. എൽ ഹോസ്പിറ്റൽ റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫംഗ്ഷൻ വളരെ സിമ്പിൾ ഫംഗ്ഷൻ x by root of x square plus 9 ആ x നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ആൻസർ നമുക്ക് 4/5 ആൻസർ കിട്ടി. കേട്ടോ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Second question. Let f of x is equal to cx square plus 2x if x less than 2, 2x plus 4 if x greater than 2, if the function f is continuous, function continuous ആണെങ്കിൽ in -infinity to +infinity, then the value of c യുടെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കണം. അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് 4, b എത്രയാണ് 2, c എത്രയാണ് 3, d എത്രയാണ് 1, e എത്രയാണ് 5. ഇങ്ങനെ 5 ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ശരിയെന്ന് നോക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും തുല്യമായിരിക്കും. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ലിമിറ്റ് x tends to 2 മൈനസ് അല്ലെ, ലിമിറ്റ് x tends to 2 മൈനസ് f of x is equal to ലിമിറ്റ് x tends to 2 പ്ലസ് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് f of x is equal to f of 2. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും തുല്യമായിരിക്കും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്താണ്? നമുക്ക് ഇവിടെ x is equal to 2 കൊടുക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ x less than 2 ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ്. ഇവിടെ x നമ്മൾ 2 കൊടുത്ത് കഴിയുമ്പോൾ c into x ന് 2 കൊടുത്ത് കഴിയുമ്പോൾ 2 സ്ക്വയർ 4 വരും, പ്ലസ് x ന് 2 കൊടുക്കുമ്പോൾ 4. അപ്പൊ 4c plus 4. റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് x ന് 2 കൊടുക്കാം. അപ്പൊ x ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ 2x plus 4 ആണ്. അപ്പൊ നമുക്ക് x ന് 2 കൊടുക്കുമ്പോൾ 2 4 അല്ലെ, എക്സിനെ നമ്മൾ 2 കൊടുക്കുമ്പോൾ 2 4 പ്ലസ് 4. അപ്പൊ നമുക്ക് c into 4 plus 4 is equal to 4 plus 4 വരും. ഈ 4 4 ക്യാൻസൽ ചെയ്തു.
അപ്പോൾ 4c is equal to 4 വരും. അപ്പൊ സിയുടെ വാല്യൂ നമുക്ക് 1 വരും. 1 ആൻസർ ഉണ്ടോ എന്നൊക്കെ ആൻസറിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി. അപ്പൊ ഇതിന്റെ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും തുല്യമായിരിക്കും. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റില് നമ്മുടെ x ലെസ് ദാൻ 2 ഫംഗ്ഷന്റെ വാല്യൂല് നമ്മൾ ഇവിടെ 2 കൊടുക്കുക. cx² + 2x എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഫംഗ്ഷൻ ഇത് എടുക്കുക, അവിടെ x നമ്മൾ 2 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4c + 4 കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റില് x ഗ്രേറ്റർ ദാൻ 2 2x + 4 എടുക്കുക. x നമ്മൾ എന്ത് കൊടുത്തു? 2 കൊടുത്തു. അപ്പൊ 4c + 4 = 4 + 4 എന്ന് പറഞ്ഞ സിമ്പിൾ ഫേം സിയുടെ വാല്യൂ 1 കിട്ടും. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. Third question. Let f of x is equal to 5/2x² minus e raised to x. Then the value of c such that f double dot c is equal to 0 is. The options are a 1, b log 5, c 5e, d e raised to 5, e 0. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ f of x എന്താണ്? 5/2x² minus e raised to x. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Then the value of c. സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? f double dot c is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x ആണ്. f of x എന്താണ്? 5/2x² minus e raised to x. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് f dash x. f dash x കാണുമ്പോൾ എന്ത് വരും? 5/2 into x² ഡെറിവേറ്റീവ് എന്താണ്? 2x. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഉണ്ടോ ക്യാൻസൽ ചെയ്യും. ഇനി നമ്മൾ f double dash x കണ്ടുപിടിക്കുക. f double dash x എന്ന് പറഞ്ഞാൽ എന്താണ്? 5x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 5 വരും. e raised to x ന്റെ എന്താണ്? e raised to x. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? f double dash c എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ f double dash x ല് f double dash c കണ്ടുപിടിക്കുക. ഈ x ന് c കൊടുക്കുമ്പോൾ 5 minus e raised to c എന്ന് വരും. അപ്പോൾ 5 minus e raised to c is equal to 0 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 5 is equal to e raised to c എന്ന് വരും. ഇനി ലോഗ് എടുക്കുക. അപ്പൊ log 5 is equal to log e raised to c എന്ന് പറയുന്നത് എന്താണ്? c എന്ന് വരും. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? സിയുടെ വാല്യൂ log 5. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. എല്ലാവരും എഴുതിയെടുത്തോളൂ. അപ്പൊ ഇതിന്റെ ആൻസർ c is equal to log 5. അപ്പൊ ഓപ്ഷൻ ബി is equal to log 5, c is equal to log 5 എന്നാണ് നമുക്ക് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തത് എന്താണ് ചെയ്തത്? ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ടു, സെക്കൻഡ് ഡെറിവേറ്റീവ് കൊണ്ടു, നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എഫ് ഡബിൾ ഡാഷ് സി ഇസ് ഈക്വൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലോഗരിതം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? log 5 എന്ന് ആൻസർ കിട്ടി. എല്ലാവരും എഴുതിയിട്ടുള്ളൂ കേട്ടോ.